മോഹൻലാലിന്റെ പുരസ്കാര നേട്ടത്തിൽ സന്തുഷ്ടരാണ് മലയാളികൾ എല്ലാവരും. അർഹതയ്ക്കുള്ള അംഗീകാരമെന്നാണ് മോഹൻലാലിന്റെ സുഹൃത്തുക്കളും വിലയിരുത്തുന്നത്. സംവിധായകൻ സിബി മലയിലിന്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പ്രതികരണത്തിലേക്കാണ് ഇനി. വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. കാരണം ഇത് എനിക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനായിട്ട് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും, അല്ലെങ്കിൽ മലയാളത്തിനും അപ്പുറത്തേക്ക്, ഇന്ത്യക്കും അപ്പുറത്തേക്ക്, ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന എല്ലാവർക്കും വലിയ അഭിമാനം തരുന്നൊരു മുഹൂർത്തമാണ്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം മുതൽ 45 വർഷം അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്ന ആ നിമിഷം മുതൽ ഈ 2025 ഇന്ന് ഈ ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന ഈ നിമിഷം വരെ ഉള്ളൊരു എന്താണ് സ്നേഹവും അടുപ്പവും സൗഹൃദമൊക്കെ പുലർത്തിപ്പോകുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മോഹൻലാൽ അർഹിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആൾക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ലാലിനാണ്. എന്ന് വെച്ചാൽ ഇത് കിട്ടുന്നത് വളരെ വൈകിയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് അന്ന് മോഹൻലാലിനെ തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.